അസിതയാണ് ശബരിമലയുമായിട്ട് ബന്ധിപ്പിച്ചത്. അതുകൊണ്ട് ശബരിമലയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, ഞാനായിട്ട് പറഞ്ഞതല്ല ശബരിമല. എന്തിനാണ് നിങ്ങൾ വസ്തുതകൾ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങൾക്കൊരു അജണ്ട ഉണ്ടാവാം, ആ അജണ്ട നിങ്ങൾ നടപ്പാക്കിക്കോളൂ. ഞാൻ ഇൻട്രോയിലടക്കം ശബരിമല സൂചിപ്പിച്ചു. അത് ചോദിക്കുന്നത് ഈ സമീപകാലത്ത് ക്ഷേത്ര കൊള്ളയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ സംഘപരിവാർ എടുത്തൊരു നിലപാടിനെ ചൂണ്ടിക്കാട്ടാനാണ്. അന്ന് അവിടെ എടുത്ത ധീരമായ നിലപാട് അത് വിശ്വാസികൾക്കൊപ്പം എന്നുള്ളതായിരുന്നു. അവിടെ കുറ്റക്കാർക്കൊരു രാഷ്ട്രീയ ചായ നിങ്ങൾ തന്നെ നിർമ്മിച്ചു നൽകിയിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അത് ഏൽപ്പിച്ചു കൊടുത്തിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ അതിന്റെ എല്ലാ ക്ലാസിക് ഉദാഹരണങ്ങളും ഉള്ള ഒരു കേസിനെ കുറിച്ചാണ് നമ്മൾ അയോധ്യയിൽ സംസാരിക്കുന്നത്. അവിടെ ഒരു ട്രസ്റ്റാണ്, സർക്കാരിന് പോലും അതിൽ ആ നിലയിൽ ഉത്തരവാദിത്തമില്ല. അപ്പോൾ ട്രസ്റ്റാണ് ഉത്തരം പറയേണ്ടത്. ആ ട്രസ്റ്റിന് നേതൃത്വം നൽകുന്ന ആൾ BHPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. അപ്പോൾ അതിൽ ആർക്കാണ് ഉത്തരവാദിത്തം? അത് കൊള്ളക്കാരെയൊക്കെ അങ്ങ് പിടിക്കട്ടെ എന്നുള്ള നിലപാട്, അവിടെയാണ് പ്രശ്നം. കൊള്ളക്കാരെ പിടിക്കണം കേട്ടോ, അത് വേണ്ട എന്നല്ല. ആ നിലപാടിലെ മയപ്പെടുത്തൽ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ശബരിമലയിൽ അതായിരുന്നില്ലല്ലോ പറഞ്ഞത്. അല്ല, പിന്നെ എന്താണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ വിഷയത്തിൽ? എന്താണ് പിന്നെ നിങ്ങൾ ആവശ്യപ്പെടുന്നത്? ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ആ ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കുക, ആ ആരോപണം ശരിയാണോ എന്ന് വ്യക്തമാവുക, ആ ആരോപണത്തെ സംബന്ധിച്ച് കഴമ്പുണ്ടെന്ന് തോന്നിയാൽ അതിനെക്കുറിച്ച് FIR ഇടുക, കുറ്റക്കാരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക, ശിക്ഷിക്കുക, അവരെ ആ ചുമതലകളിൽ നിന്നൊക്കെ ഒഴിവാക്കുക. അതല്ലേ ചെയ്യാൻ സാധിക്കൂ. ഇവിടെ നിങ്ങൾ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ നിലപാടെടുത്തു, ശരിയാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട് നിലപാട് ശക്തമായി എടുത്തത് ദേവസ്വം ബോർഡിന്റെ തന്നെ വിജിലൻസ് അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ദേവസ്വം ബോർഡ് തന്നെ നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ പുറത്തു വന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നടന്ന അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ നിലപാടെടുത്തത്. ഇവിടെയും ഇപ്പോൾ ഒരു SIT രൂപീകരിച്ചിരിക്കുന്നു, അതിന്റെ റിപ്പോർട്ട് നാളെ കൊടുക്കാൻ പോകുന്നു. കുറെ ആരോപണങ്ങൾ ഇപ്പൊ ഇവിടെ പറയുന്നത് കേട്ടാൽ തോന്നും രാമക്ഷേത്രം, രാമഭക്തരെന്നൊക്കെ ആവേശത്തോടെ ഭക്തിയോടെയൊക്കെ പറയുന്നത് കേട്ടാൽ തോന്നും ഇവർ തുടക്കം മുതൽ രാമക്ഷേത്രത്തിനും രാമക്ഷേത്ര നിർമ്മാണത്തിനൊക്കെ അനുകൂലമായിരുന്നു. അങ്ങനെയല്ലല്ലോ. കിട്ടുന്ന ഓരോ അവസരവും ആ ക്ഷേത്രത്തിനെതിരായും ആ ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്താനും ക്ഷേത്ര നിർമ്മാണത്തെ തടസ്സപ്പെടുത്താനും ഒക്കെ ശ്രമിച്ച ആളുകളാണ്. ഇപ്പൊ അവിടെ കൊള്ള നടന്നു എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരുന്ന ആൾക്കാർ. അങ്ങനെ ഒരു വിഭാഗത്തിന് ആ ക്ഷേത്രത്തോട് അസഹിഷ്ണുതയുണ്ടെങ്കിൽ സ്വാഭാവികമായി അതിന്റെ നടപടിക്രമങ്ങൾ അത്രമേൽ സുതാര്യമാകണ്ടേ? ഇല്ലെങ്കിൽ മറുഭാഗത്തിന് ചോദ്യങ്ങൾ ഉയരുമല്ലോ. അല്ല ആ സുതാര്യത ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ SIT പറയട്ടെ എന്ന്. ആ സുതാര്യത ഇല്ലായ്മയുണ്ട്, അതിനെ സംബന്ധിച്ചുള്ള അന്വേഷണത്തിൽ അത്തരം കാര്യങ്ങൾ തെളിഞ്ഞാൽ തീർച്ചയായും നടപടികൾ വേണമെന്ന്. അതിൽ കുറ്റക്കാരായ ആളുകൾ, നിങ്ങൾ ചെമ്പത്രായുടെ അടക്കം പേര് പറഞ്ഞു. അദ്ദേഹം പ്രചാരകാണ്, സംഘപ്രചാരകനാണ്. അപ്പോൾ അദ്ദേഹത്തിന് അടക്കം പേര് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനടക്കം കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്ന്. ഞങ്ങൾ ആരെങ്കിലും പത്മകുമാറിനെ രക്ഷിച്ചു നിർത്തിക്കണ പോലെ ഞങ്ങൾ ആരെങ്കിലും രക്ഷിച്ചു നിർത്തിയിട്ടുണ്ടോ? അല്ല, ഞാൻ ചോദിക്കുന്നത് പത്മകുമാർ അവിടെ ചിത്രത്തിലേക്ക് വരുമ്പോൾ അത് വളരെ വേഗം CPIM-മായി അല്ല ശ്രീ RV ബാബു, ഞാൻ അതിൽ ചോദിക്കാൻ ശ്രമിക്കുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് ശബരിമലയുമായി ഇതിന് വരുന്ന കണക്ഷൻ തന്നെ അതാണ്. അവിടെ പത്മകുമാർ ചിത്രത്തിലേക്ക് വരുമ്പോൾ ശ്രീ RV ബാബു, ഒറ്റ ചോദ്യമുള്ളൂ. നോക്കൂ, എന്റെ സംശയം ഇത്രയേ ഉള്ളൂ. അതിൽ താങ്കൾക്ക് നിലപാടെടുക്കാം, അതിൽ പ്രശ്നമില്ല. അല്ല ശ്രീ RV ബാബു, എന്റെ ചോദ്യം അതാണ്. അവിടെ പത്മകുമാർ ചിത്രത്തിലേക്ക് വരുമ്പോൾ അത് വളരെ വേഗം അത് CPIM-മായി കണക്റ്റഡ് ആകുന്നുണ്ട്. ഇവിടെ ആ ട്രസ്റ്റിന്റെ ഭാരവാഹികൾ RSSകാരും BJP-കാരും ആകുമ്പോൾ അതിനൊരു രാഷ്ട്രീയ ചിത്രം ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? അതിന് രാഷ്ട്രീയ ചിത്രം ഉണ്ടെന്ന്. എപ്പോഴാ അതിന് രാഷ്ട്രീയ ചിത്രം വരുന്നത്? ഇവിടെ പത്മകുമാർ അടക്കം ചിത്രത്തിലേക്ക് വന്നത് എപ്പോഴാണ്? അന്വേഷണ സമിതി അല്ലെങ്കിൽ അന്വേഷണ സംഘം കണ്ടെത്തിയ തെളിവുകളുടെ അല്ലെങ്കിൽ അവർ പറഞ്ഞ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ ഒരു അന്വേഷണ സംഘം അങ്ങനെ ഒരു റിപ്പോർട്ട് പറഞ്ഞിട്ടില്ലല്ലോ. ആ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് വരുന്നത് വരെ ശബരിമലയിലെ കേസ് നമ്മളാരെങ്കിലും പറഞ്ഞോ? നമ്മളാരെങ്കിലും ചൂണ്ടിക്കാണിച്ചോ? ഇല്ലല്ലോ. അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലല്ലേ മുഴുവൻ ചർച്ചകളും നടന്നത്. ഇവിടെ ഞാൻ പറയുന്നത്, ഇപ്പൊ ഇവിടെ രാഹുൽ ഈശ്വർ പറഞ്ഞ കാര്യം സ്വാഗതാർഹമാണ്. ഞങ്ങളൊക്കെ ഇതൊക്കെ ആവശ്യപ്പെടുന്നതാ. ഞങ്ങള് ദേവസ്വം ബോർഡിന്, ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ദേവസ്വം ബോർഡിനോട് നിങ്ങൾ നമ്മുടെ ദേവസ്വം വെബ്സൈറ്റിൽ ഓരോ ക്ഷേത്രത്തിന്റെയും കണക്കുകൾ പ്രസിദ്ധീകരിക്കണം. ഞങ്ങൾ ആവശ്യപ്പെട്ടതാ. ഇത് ശബരിമലയിലായാലും അല്ലെങ്കിൽ അയോധ്യയിലായാലും ഒക്കെ ട്രാൻസ്പെറൻസി വേണമെന്ന്. ആ കണക്കുകൾ പുറത്തു വരണം. ഭക്തന്മാർക്ക് അറിയാനുള്ള അവകാശം ഉണ്ടെന്ന് ഞങ്ങൾ പറയും. അത് അയോധ്യയിലും വേണം, യാതൊരു സംശയമില്ല. പിന്നെ കാരശ്ശേരി മാഷ് പറഞ്ഞതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായും ക്ഷേത്രങ്ങളിലെ സമ്പത്ത് ഭക്തജനങ്ങളുടെ ക്ഷേമത്തിനും ക്ഷേത്രങ്ങളുടെ വിശ്വാസികളുടെ ക്ഷേമത്തിനും അവരുടെ സാമ്പത്തികമായ ആധ്യാത്മികമായ വികസനത്തിന് വേണ്ടി ചെലവാക്കണമെന്നേ. ഇപ്പൊ തിരുപ്പതി നമുക്കതിന് വലിയ ഉദാഹരണമാണ്. തിരുപ്പതി കേന്ദ്രീകരിച്ച് നടക്കുന്ന ആ ക്ഷേത്രം നടത്തുന്ന വികസന പ്രവർത്തനം ഞങ്ങൾ പലയിടത്തും പറയാറുണ്ട്. അത് മോഡലാക്കണം എന്ന് ഞങ്ങൾ പലരോടും പറയാറുണ്ട്. ഇപ്പോൾ രാഹുൽ ഈശ്വർ ഇവിടെ ധർമ്മസ്ഥലയുടെ കാര്യം പറഞ്ഞു. ഇപ്പോഴാണ് ലേറ്റസ്റ്റ് ആയിട്ട് ധർമ്മസ്ഥലയുടെ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നത്. ആ പുറത്തു വന്ന സമയത്ത് ഞെട്ടിപ്പോകുന്ന തരത്തിലാണ്. കാരണം അത്രയും വികസന പ്രവർത്തനങ്ങൾ, സോഷ്യൽ ആക്ടിവിറ്റീസ് ധർമ്മസ്ഥല കേന്ദ്രീകരിച്ച് നടക്കുകയാണ്.
നൂറുകണക്കിന് ആളുകളുടെ വിവാഹങ്ങൾ അവർ നടത്തി കൊടുക്കുന്നു. അതേപോലുള്ള പാവപ്പെട്ടവരെ സഹായിക്കുന്ന കാര്യങ്ങൾ അവർ നടത്തുന്നു ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ട്. അത് കണ്ടപ്പോഴാണ് ഇത്രയും കാര്യങ്ങൾ അവിടെ നടക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.